ഒരു കെട്ടുനിറയുടെ അടുക്കള വിശേഷമാണ് നിങ്ങൾ കാണുന്നത്. പാവം കുറച്ചുകൂടി പഞ്ചസാര ഇട്ടോളി. കട്ടൻ ചായ കിട്ടിയില്ല എന്നുള്ള പരാതിയായിരുന്നു. അപ്പോൾ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ ഇതാ പപ്പടമൊക്കെ ഇങ്ങനെ കൊണ്ടേ അങ്ങോട്ട് ഇട്ട് തന്നെ പൊട്ടിച്ച് കളയുകയാണ്. എന്താ ചെയ്യുക, കട്ടൻ ചായ ഇരുന്ന് കുടിക്കുക പാവം. പിന്നെ അച്ചാർ, എല്ലാ വിഭവങ്ങളും ഇത് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. ഞങ്ങൾ ആ സമയത്ത് കയറി ചെന്നാണ്. അപ്പം ഞങ്ങളൊന്ന് മെയിനാവാൻ നോക്കിയതാ. അച്ചാർ ഭയങ്കര പിന്നെ വീടിൻ്റെ അടുത്ത് ഒരു കെട്ടുനിറ നടക്കുന്നുണ്ട് ഞങ്ങളുടെ അയൽവാസിയുടെ. അപ്പോൾ അവിടേക്ക് പോകുന്ന തിരക്കിലാണ്. നെയ്ത്തേകം നടക്കാൻ തുടങ്ങി. അപ്പോൾ 2 കുട്ടിസ്വാമികളും ഒരു വലിയ സ്വാമിയാണ് പോകുന്നത് ഇവിടുന്ന്. അപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് കുറേ സ്വാമിമാർ ഇങ്ങോട്ട് വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചെറിയൊരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വർഷം എനിക്ക് ഈ ഒരു കെട്ടുനിറയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ എല്ലാ പ്രാവശ്യവും ഒരു കെട്ടുനിറയിൽ ഒരു അമ്പലത്തിൽ പോകാൻ എനിക്ക് സാധിക്കാറില്ല. ഡ്യൂട്ടി ആയതുകൊണ്ട് ഡ്യൂട്ടി സ്ഥലത്തായിരിക്കും. അപ്പോൾ നമുക്കിതൊന്നും സാധിക്കില്ല. പക്ഷേ ഇതൊക്കെ കൂടെ നിന്നപ്പോൾ ഒരുപാട് സന്തോഷം. കാരണം അവരുടെ ആ ഒരു ഭക്തി നിർഭിതമായ ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ പോവുകയും പിന്നെ നമ്മൾ ആ കെട്ടിൽ അരിയിടുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് നല്ലൊരു തൃപ്തിയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കെട്ടുനിറ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എൻ്റെ കൊച്ചു ഗ്രാമത്തിലുള്ള ചെറിയൊരു കെട്ടുനിറയാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യും. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിലേക്ക് യാത്രയാവുന്നു. ഇവയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആപത്തുകളും കൂടാതെ ഇവർ തിരിച്ചു വരണം. അയ്യപ്പസ്വാമിയെ നിറ മനസ്സുകളോടെ ഇവർ കാണാൻ സാധിക്കട്ടെ. അതുപോലെ സ്വാമിയെ ശരണയ്യപ്പ എന്ന വലിയൊരു വിളിയോടുകൂടി തന്നെ നമുക്ക് ഏവർക്കും അറിയാം. എന്തായാലും നമ്മുടെ മനസ്സിലേക്ക് ഭക്തി കയറി വരികയും നമ്മൾ ശാരീരികമായും മാനസികമായും നമ്മൾ ആ ഒരു സമയം നമ്മൾ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരാളുടെ ഈ സമയമായി കെട്ടുനിറ കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ലാസ്റ്റ് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. സ്വാമിമാരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചവർ നല്ലൊരു സദ്യ തന്നെയായിട്ടോ ഉണ്ടാക്കിയത്. അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ രണ്ട് കിട്ടിയവരൊക്കെ തന്നെ പോവുകയും ചെയ്തു. അതെന്നെ കഴുകി വൃത്തിയാക്കിയൊക്കെ അതെങ്ങനെ തേങ്ങ